നമസ്കാരം. നമസ്കാരം. നമുക്ക് ഇപ്പോൾ ഇവിടെ കടലോര പ്രദേശങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലെ ഏറ്റവും അധികം കടപ്പെട്ടിട്ടുള്ള ഒരു ജനസമൂഹമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ നമ്മോടൊപ്പം കയ്യും മെയ്യും മറന്ന് അവരുടെ സമ്പാദ്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു ജനവിഭാഗം. പക്ഷേ അവരുടെ കാര്യം വന്നപ്പോൾ കേരളത്തിൻ്റെ മന്ത്രിസഭ, കേരളത്തിൻ്റെ സർക്കാർ അവരോട് കാണിക്കുന്നത് കൊടിയ വഞ്ചനയാണ്. അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രി തന്നെ പറയുന്നത് കഴിഞ്ഞ സർക്കാർ ഇങ്ങനെ ആയിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിമർശനം നടത്തുന്നു എന്നാണ്. അങ്ങനെയാണോ ഈ വിഷയത്തിൽ സമീപിക്കേണ്ടത്? കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഗൗതം കൃഷ്ണയുടെ കാര്യത്തിൽ ഒരു അന്വേഷണം പോലും നല്ല രീതിയിൽ നടക്കുമായിരുന്നില്ല. എന്താണ് ഈ വിഷയത്തിൽ പറയാൻ? വാസ്തവത്തിൽ നമ്മുടെ സ്വന്തം സൈന്യം എന്ന പേരിൽ അറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ഒരു വലിയ ജനവിഭാഗമാണ്. കടൽ തീരത്ത് ഇന്ന് മലയാളികളുടെ ഭക്ഷണ രീതിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് മത്സ്യം. വാണിജ്യാടിസ്ഥാനത്തിൽ നോക്കിയാലും കയറ്റുമതിയിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് മത്സ്യം. അപ്പോൾ എല്ലാ രീതിയിലും ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും സഹായിക്കുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അവർക്കൊരാപത്ത് വരുമ്പോൾ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നുള്ളത് അക്ഷന്തികമായ ഒരു അപരാധമാണ്. മാത്രമല്ല, ഇത്രയും ഇപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ്റാണോ ഇന്നലത്തെ ഗവൺമെൻറ്റാണോ എന്നല്ല, മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്കൊന്നും തന്നെ ഇതിനകത്തൊരു പ്ലാനിങ് ഇല്ല. മുതലപ്പുഴയിൽ എത്ര പേരാണ് മരിച്ചത്? ഏകദേശം 80ഓളം പേര് ഇതുവരെയായിട്ട് മരിച്ചില്ല. അപ്പോൾ ശാസ്ത്രീയമായ ആ ജോൺ മത്തായിയുടെ മകൻ പറയുക, ഞങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന് അയാൾ ദയനീയമായി ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വികസനം ഏത് രീതിയിലും നിർമ്മാണം ഏത് രീതിയിലാണെങ്കിലും ശരി, മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗതമായ അറിവിനെ കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വേണം ഇപ്പോഴത്തെ എൻജിനീയറിംഗ് വൈദഗ്ധ്യം പ്രകടമാക്കേണ്ടത്. കടലുമായി യാതൊരു ബന്ധമില്ലാത്ത, മത്സ്യപ്രവർത്തകരുടെ ജീവിതവുമായി യാതൊരു ബന്ധമില്ലാത്ത എൻജിനീയർമാർ പോയിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ഇതുണ്ടാകുന്നത്. അവിടെ മരണക്കയമാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ മുതലപ്പുഴി കേരളത്തിൻ്റെ ഒരു മരണക്കയമായി മാറിയിട്ട് വർഷങ്ങളായി. അതെല്ലാ ഗവൺമെൻറ്റുകൾക്കും അതിനുള്ള മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഇത് ഒരു ദിവസത്തെ മാത്രം സംഭവമല്ല. അപ്പോൾ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കാശ് വെട്ടിക്കാനുള്ള ഒന്നായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ മുതലപ്പുഴയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്ന തരത്തിലല്ല. അല്ലെങ്കിൽ അപകടം ഒരിക്കലല്ലേ ഉണ്ടാവൂ. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പാഠം പഠിക്കണ്ടേ? ഇപ്പം നീണ്ടകരയിൽ നിന്നും പോയ ഗൗതം കൃഷ്ണ 10 ദിവസത്തിന് ശേഷം നേവി ഹെലികോപ്റ്റർ, സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ കൂടെ നേവിയുടെ ഹെലികോപ്റ്ററും സ്കൂബ ഡൈവിംഗ് ടീമും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും വരേണ്ടി വന്നു. സംസ്ഥാന ഗവൺമെൻറ് അനങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരാൾ മരിച്ചുപോയി. എന്താ ചെയ്തത്? ആ അമ്മ പറയുന്നത്, നിങ്ങളുടെ സഹായം വേണ്ട, പക്ഷെ ഞങ്ങളെ മാന്യമായി ജീവിക്കാനുള്ള അവസരം തരണം, നിങ്ങളെ സമ്പത്തും തരണം, ഞങ്ങൾക്ക് അധ്വാനിക്കാനുള്ള കരുത്തുണ്ട്, ഞങ്ങളത് ചെയ്യും, മരിക്കുന്നത് വരെ അധ്വാനിക്കാനുള്ള കർമ്മശേഷി ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങളുടെ കർമ്മശേഷിയെ ഇത്തരം അപകടങ്ങളിൽ കൂടി അപായപ്പെടുത്തുമ്പോൾ അത് നോക്കി നിൽക്കുന്നത് സഹിക്കാനാവുന്നില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു കേരളത്തിലെ ജനതയുണ്ട്. അവരെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന തുല്യമാണ് ഈ കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ. അവരുടെ മേക്കപ്പ് ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നത്, നിങ്ങൾക്ക് മകൻ മരിച്ചതിൽ ദുഃഖമൊന്നുമില്ല എന്നൊക്കെ പരുഷമായ ഭാഷയിലാണ് സോഷ്യൽ മീഡിയയിൽ കൂടി അപമാനിക്കുന്നത്. എന്താണ് ആ വിഷയത്തിൽ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അവരെ എങ്ങനെയാണ് പിന്നെ പെരുമാറേണ്ടത്? ഞാൻ കണ്ടതാണ്, ആ അമ്മയുടെ വിലാപം ഞാൻ കണ്ടതാണ്. ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല, സാധാരണ വീട്ടമ്മ. അവിടെ തൊലി അല്പം വെളുത്തിരിക്കുന്നത് കൊണ്ട് അത് മേക്കപ്പ് ഇട്ടെന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മകൻ മരിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ അഭിനയിച്ച് കാണിക്കണമോ? മറ്റു സ്ഥലങ്ങളെല്ലാം റോഡ് വിരോധം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. അവർ വ്യത്യസ്തമായ ജീവിത ശൈലിയിലുള്ളവരാണ്. ഗൗതം കൃഷ്ണൻ്റെ അമ്മ, ഗൗതം കൃഷ്ണൻ കുടുംബം. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ മുതലപ്പുഴയോ ഉണ്ടാകുന്ന പോലെ ഒരു സംഘടിതമായ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നില്ല. അത് വേറൊരു സത്യം. കാരണം ഇവിടെ പുറകിൽ സംഘടിതമായ മതശക്തികളുണ്ട്, പള്ളി വികാരികളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ചില ആളുകളുണ്ട്. അങ്ങനെ എല്ലാം സംഘടിതമാണ് മറ്റ് മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ ഗൗതം കൃഷ്ണയുടെ കാര്യത്തിൽ അതല്ല. ഈ വിഭാഗത്തിൽ വരുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർ ഒറ്റപ്പെട്ടു പോയി. സുരേഷ് ഗോപി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം പുറം ലോകം അറിയില്ല. കേരളത്തിൻ്റെ കടൽ തീരം മുഴുവൻ സംഘടിത മതശക്തികളുടെ കീഴിലാണ്. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരം മതസ്ഥർ ഉള്ളത്. അവരുടെ കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടം. അവർക്ക് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയനില്ല, അല്ലെങ്കിൽ പള്ളിയുടെ കെയർ ഓഫിലുള്ള ഏതെങ്കിലും സംഘടനയില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനയില്ല, ഒരു സംഘടനയില്ല. അവർക്ക് അവർ അസംഘടിതരാണ്.
അവരുടെ വേദന കാണാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വാസ്തവത്തിൽ ആരുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒറ്റപ്പെടുത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഈ വിഴിഞ്ഞത്ത് അല്ലെങ്കിൽ നമ്മുടെ മുതലപ്പുഴയിൽ മരിച്ച ഒരു മത്സ്യത്തൊഴിലാളിയുടെ അമ്മയ്ക്ക് നേരെ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അത് അവസ്ഥ എന്തായിരിക്കും അവസ്ഥ? പറയാൻ സാധിക്കുമോ? ആ വീട്ടമ്മ, ഗൗതം കൃഷ്ണൻ്റെ അമ്മ, അവർ ഒരു മേക്കപ്പും ഇല്ല, അവർ ആ വീട്ടിൽ നിന്ന വസ്ത്രത്തോടു കൂടിയാണ് അഭിപ്രായം പറയുന്നത്. ടി വി ചാനൽ സ്റ്റേഷനിലേക്ക് അവരെത്തിയതിനു ശേഷം ഇത്ര നാൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു എങ്കിൽ ഞങ്ങൾ നടപടികൾ എടുക്കുമായിരുന്നു. അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണോ ഒരു സർക്കാർ സംവിധാനം ഇതിനോട് ചേർന്ന്? അല്ല, നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ യുവാവ് അപകടത്തിൽപ്പെട്ടു, തിരിച്ചു വന്നില്ല എന്നുള്ള റിപ്പോർട്ട് ആദ്യം തന്നെ കോസ്റ്റ് ഗാർഡിന് കിട്ടിയിട്ടുണ്ട്, നീണ്ടകര കിട്ടിയിട്ടുണ്ട്. തുടർ നടപടി എടുക്കേണ്ടവരെ അവർ കൈമലർത്തുക. ഞങ്ങൾക്കൊരു ചെറിയ വള്ളം മാത്രമാണുള്ളത്, കോസ്റ്റ് ഗാർഡ് എന്ന പേരിലാണ്. കോസ്റ്റ് ഗാർഡിലേക്ക് അയക്കുന്ന പോലീസുകാരാരാ? ഇവിടെ സർവീസ് നടത്തുന്നതിനിടയിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് കുറേ പേര് അങ്ങോട്ട് അയക്കുക. അവരെ കടൽ തീരത്ത് പോയി ഇങ്ങനെ നോക്കി നിൽക്കാമെന്നല്ലാതെ അവർക്ക് യാതൊരു പരിശീലനവുമില്ല, അവർക്ക് അനുബന്ധ ഉപകരണങ്ങളില്ല. ഈ അലറിപ്പായുന്ന കടൽ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു ഫൈബർ വള്ളമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വലിയ ഒരു ബോട്ടോ ഒന്നും അവർക്കില്ല. 3 ആംബുലൻസ് ബോട്ടുകൾ കട്ടപ്പുറത്താണ്, പ്രതീക്ഷ, പ്രത്യക്ഷ, കരുണ എന്നൊക്കെ പറഞ്ഞു. പോലീസുകാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്കും പരിമിതികളുണ്ട്, അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. മനസ്സുണ്ടെങ്കിൽ പോലും ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നും അവർക്ക് വിദഗ്ധ പരിശീലനം ഇല്ല. ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ, ഇല്ലെങ്കിൽ കൊല്ലം പോലീസ് സ്റ്റേഷൻ, ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറാണ് കോസ്റ്റിലേക്ക് കൊടുക്കുക. അവർക്ക് എന്ത് പരിശീലനം കൊടുക്കുന്നത്? കയ്യിലൊരു ലാത്തി കൊണ്ട് സാധാരണ തെരുവിൽ നടക്കുന്ന എന്തെങ്കിലും ആക്രമണ സംഭവങ്ങൾ പോയി നേരിടും പോലെ കടലിൽ പോയി നേരിടാൻ പറ്റും സാധിക്കൂ? അവർക്ക് വിദഗ്ധ പരിശീലനം കൊടുക്കണം. കോസ്റ്റൽ സേന എന്ന് പറയുന്ന ഒരു പ്രത്യേക സേനയാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് വിദഗ്ധ പരിശീലനം കൊടുക്കണം. അവർക്ക് ലഭ്യമായ മുന്തിയതരം ആധുനിക ഉപകരണങ്ങൾ കൊടുക്കണം. അവർക്ക് നല്ല വാഹന സൗകര്യം കൊടുക്കണം. ഇതൊന്നുമില്ലാതെ പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അവർക്ക് ആരെങ്കിലും മരണപ്രാളപ്പെട്ട് തിരമാലയ്ക്കുള്ളിൽ കിടന്ന് ജീവൻ പിടയുന്ന കണ്ടാൽ പോലും നോക്കി നിൽക്കാനേ സാധിക്കൂ. കടലിൻ്റെ കനിവ് കൊണ്ട് മൃതശരീരം കരക്കടിഞ്ഞാൽ അതിനെ എടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ നമ്മുടെ രാജേഷിൻ്റെ കാര്യം? ഇതുമായിട്ട് കൂട്ടി വായിച്ചു നോക്കൂ. എന്തൊരു അനാദരവാണ് കാട്ടിയത് രാജേഷിൻ്റെ വിഷയം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിലും നമ്മുടെ അങ്ങനെ ആയിപ്പോയി, മനസ്സ് മരവിച്ച ഒരു വിഭാഗം ആളുകളായിപ്പോയോ ഈ സർക്കാർ ജീവനക്കാരൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. 4-ാം ദിവസം കിട്ടിയ അഴുകിയ മൃതശരീരത്തെ ഒരു ഫ്രീസർ സംവിധാനമില്ലാത്ത, മൊബൈൽ മോർച്ചറി ഇല്ലാത്ത ഒരു ആംബുലൻസിൽ കയറ്റി നാട്ടിലേക്ക് അയച്ചു എന്നുള്ളത് തഹസിൽദാർ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോസ്റ്റൽ ഗാർഡ് അമ്മയോട് ചോദിച്ചത്, കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർമാർ ഞങ്ങൾ എന്താ പറയുക, നിസ്സഹായരാണ്, ഞങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ മകനൊക്കെ നഷ്ടപ്പെട്ടിട്ട് 10 ദിവസമായി, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെയാണോ പറയേണ്ടത്? അതിൻ്റെ പരിഹാരം കാണണ്ടേ? അപ്പോൾ ഈ കോസ്റ്റൽ സേന സ്വാഭാവികമായും അവരെ ആധുനികവൽക്കരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഉപകരണങ്ങളും അതുപോലെ യാത്രാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അവർക്ക് നല്ല പരിശീലനം കൊടുത്തൊരു മികച്ച സേനയാക്കി മാറ്റിയാൽ ഈ അപകടങ്ങളിൽ നിന്ന് അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇങ്ങനെ അവർ അലമുറയിട്ട് കരയാണ്. ഒരുപക്ഷെ സുരേഷ് ഗോപി ഇതിനകത്ത് ഇടപെട്ടില്ല. കേരളത്തിൽ 19 MP-മാരുണ്ട്. ഈ 19 MP-മാരിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു ശുപാർശ ചെയ്യാൻ? ഇവിടെ പ്രിയങ്ക ഗാന്ധിയുണ്ട്, അവരുടെ പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്. അവർ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഇന്നിപ്പോൾ ഒരു FCRIയിൽ കൊടുക്കുന്നതിൻ്റെ ഒരു പകുതി ബലം, പകുതി ശക്തി പാവം മനുഷ്യരുടെ കാര്യത്തിൽ കൊടുക്കുന്നുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. FCRI എന്ന് പറയുന്നത് സംഘടിത മതശക്തികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഏറ്റവും കൂടുതൽ പണം കേരളത്തിലേക്ക് വരുന്നത് ക്രൈസ്തവ മിഷണറിമാർക്കാണ്. ഏറ്റവും കൂടുതൽ പണം ഭാരതത്തിലാകമാനം ഉള്ള മിഷണറിമാരുടെ NGOകൾക്കാണ് ഏറ്റവും വലിയ പണം വരുന്നത്. അത് ക്രൈസ്തവ മിഷണറിമാരെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് FCRIയുടെ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഈ ഒരു അടുപ്പം കാണിക്കുന്നത്. പക്ഷേ ഗൗതം കൃഷ്ണയും അവരുടെ കുടുംബവും ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ ഹിന്ദു കുടുംബമാണ്. ഞാനൊരു വർഗീയത ഇതിനകത്ത് കൊണ്ടുവരാൻ പറഞ്ഞതല്ല, വാസ്തവം അതാണ്. അവർ ഒരു മതശക്തിയുടെയും സംഘടിത മതശക്തിയുടെയും പുറകിലല്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ആരും മിണ്ടാത്തത്. അപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്നവരെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി പലപ്പോഴും അദ്ദേഹം മാറിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആരും നോക്കാനില്ലാത്ത സ്ഥലത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു മനസാക്ഷി ഉള്ളത് കൊണ്ടാവാം. അദ്ദേഹം BJP-കാരനായതുകൊണ്ട് മാത്രമല്ല, ഒരു മനസാക്ഷിയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലാണ് ആ വിഷയത്തിൽ ഇടപെട്ടതും അതിനുവേണ്ടി സഹകരിക്കാൻ തയ്യാറായതും. അതിനുശേഷമാണ് കോസ്റ്റൽ ആംബുലൻസും അതുപോലെ തന്നെ നേവിയുടെ ഹെലികോപ്റ്ററും ഒക്കെ വന്നത്, സ്കൂബ ടീമും ഒക്കെ വരാൻ കാരണം.
ഈ രീതിയിൽ എല്ലാ ദുരന്തങ്ങളെപ്പോലും വർഗീയവൽക്കരിച്ചുകൊണ്ട് മതശക്തികളുടെ പേരിൽ ദുരന്തങ്ങളെപ്പോലും അത് സഹായധനം കൊടുക്കുന്ന കാര്യത്തിൽ പോലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്ത് സഹായധനം കൊടുത്തതിൽ പോലും ഈ ഒരു തരംതിരിവ് കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ സ്ഥലത്തുമുണ്ട്. അത് പൊതുവായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എല്ലാ സ്ഥലത്തും ഈ ഒരു വിഭാഗീയത ഉണ്ട്. ഒരു വിഭാഗത്തിന് മാത്രം ആനുകൂല്യം. റോഡിൻ്റെ വികസനം നടക്കുന്ന കാര്യത്തിൽ പോലും ഇതിനിടയ്ക്ക് പറയാമോ എന്ന് എനിക്കറിയില്ല. വട്ടിയൂർക്കാവ് മരുതൻകുഴി റോഡിൻ്റെ വികസനം നടക്കുന്നു. അവിടെ കാഞ്ഞിരമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും വട്ടിയൂർക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെയും ഗോപുരങ്ങൾ ഇടിച്ചു മാറ്റി വീതി കൂട്ടിയിട്ടുണ്ട്. 3 ക്രൈസ്തവ പള്ളികൾ കാഞ്ഞിരമ്പാറ ജംഗ്ഷനിലുണ്ടായിരുന്ന കുരിശടി മാറ്റി, അവിടെ ഒരു പള്ളിയുടെ കുരിശടി മാറ്റി, SFS പള്ളിയുടെ കുരിശടി മാറ്റി. പക്ഷേ വട്ടിയൂർക്കാവ് മുസ്ലിം പള്ളിയുടെ മതിൽ പോകേണ്ടതാണ്, പൊതുസ്ഥലത്തിരിക്കുന്ന മതിൽ ഇതുവരെ മാറ്റിയിട്ടില്ല. അത് സംരക്ഷിച്ചുകൊണ്ട് വലതു ഭാഗത്തുള്ള കടകൾ ഇടിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ വേറെ തെറ്റായിട്ട് കാണാനല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോലും, ദുരന്തമുഖത്ത് പോലും, വികസന കാര്യത്തിൽ പോലും പാർഷ്വാലിറ്റി കാണിക്കുന്ന സമീപനം നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് മാറണം. ആരാണോ ദുരന്തത്തിനിരയായത് അവരെ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുവാനും തയ്യാറാവണം. വികസന കാര്യത്തിലും അത് തന്നെയാണ് വേണ്ടത്. വികസനം ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ച ആളുകളുടെ മാത്രം കുത്തകയല്ല. വികസനം വരുമ്പോൾ വികസനത്തിൻ്റെ ഗുണഭോക്താക്കളായി വരുന്ന ആളുകളുടെ സൗകര്യം അവരെങ്ങനെ ബാധിക്കുന്നു. മുതലപ്പുഴയിൽ സംഭവിക്കുന്നതാണ്. എത്രയോ കോടിക്കണക്കിന് രൂപ സർക്കാർ ചിലവാക്കിയെന്ന് അവകാശവാദം പറയുന്നത്. പക്ഷെ മുതലപ്പുഴ കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് മരണമല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. ദിശയിലേക്കാണ് വരുന്നത്. അതിൻ്റെ ശാസ്ത്രീയ വശം എനിക്കറിയില്ല. എങ്കിലും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗതമായ അറിവിനെ സംയോജിപ്പിച്ചു കൊണ്ടുവേണം മുതലപ്പുഴയിൽ ഇനിയുള്ള വികസനം നടത്താൻ. എങ്കിൽ മാത്രമേ വാസ്തവത്തിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കും. ഇല്ലെങ്കിൽ മുതലപ്പുഴ വീണ്ടും മരണക്കണിയായി മാറിക്കൊണ്ടിരിക്കും. കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്ന് പറയുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാര് കണ്ണു തുറന്ന് കാണും? ആരാണ് ഇതിൻ്റെ പ്രേരണ കൊടുക്കുക? AC റൂമിനകത്ത് ഇരുന്ന് ഫയൽ എഴുതുന്ന ആളിനോ അവിടെ ഇരുന്നിട്ട് എഞ്ചിനീയറിംഗിൻ്റെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഇത് വരയ്ക്കുന്ന സ്കെച്ച് വരയ്ക്കുന്ന ഡ്രാഫ്റ്റ്മാൻമാർക്കോ സിവിൽ എഞ്ചിനീയർമാർക്കോ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മത്സ്യത്തൊഴിലാളികളും കടലുമായിട്ടുള്ള ബന്ധം ഒരു ആത്മബന്ധമാണ്. അവർക്ക് പരമ്പരാഗതമായ അറിവുണ്ട്. മാനത്ത് കോള് വന്നാൽ എവിടെ മത്സ്യം കിട്ടുമെന്ന് അവർക്കറിയാം. കാറ്റടിച്ചാൽ ഏത് ഭാഗത്താണ് വള്ളം തുഴയേണ്ടതെന്ന് അവർക്കറിയാം. ഏത് ഭാഗത്ത് വലയിട്ടാൽ മത്സ്യം കിട്ടുമെന്നറിയാം. ഏത് തരം മത്സ്യങ്ങളാണ് കിട്ടുക കൂടുതൽ അവർക്കറിയാൻ പറ്റും. കടലിൻ്റെ ഉള്ളിലേക്ക് വളഞ്ഞാൽ ചാകര അടുത്തു നിന്ന് ഒരു സയൻസും പഠിപ്പിച്ചു കൊടുക്കേണ്ട അവർക്കറിയാൻ സാധിക്കും. അങ്ങനെയുള്ള പരമ്പരാഗതമായ അറിവുകളെ സംയോജിപ്പിച്ചുകൊണ്ട് വേണം ഈ കടൽ മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള അവരൊരു ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വികസനങ്ങളെ കാണേണ്ടത്. അവരുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കണം. പ്രതിനിധികളുമായി ചർച്ച ചെയ്തുകൊണ്ട് വാസ്തവത്തിൽ അവരുടെ ഈ ദുരന്തങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമം ഗവൺമെൻറ് നടത്തണം. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ മനുഷ്യരാണ്, നമുക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്, നമുക്ക് ആവശ്യം വന്നപ്പോൾ ഓടിയെത്തിയവരാണ്. സർക്കാരുകളെല്ലാം ചെയ്യേണ്ടത് മറ്റൊരു സർക്കാരിന് മേൽ പഴിചാരിക്കൊണ്ട്, മറ്റൊരു ഭരണകൂടത്തിന് നേർ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുവാനല്ല മുഖ്യമന്ത്രിയും ഭരണകൂടവും ശ്രമിക്കേണ്ടത്. കൃത്യമായ രീതിയിലുള്ള നടപടികൾ എടുത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പേണ്ടവരാണ് അവർ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കളഞ്ഞ് കൈ കഴുകരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.